ഈ ഒരു സ്ഥലം കണ്ടോ, നമ്മൾ ഇതിനകത്തേക്ക് പോകാൻ പോവാ. എന്തിനാ ഇവിടെ വന്നതെന്നല്ലേ പറഞ്ഞുതരാം. കുറച്ച് പാറയൊക്കെ ഇരിക്കുന്നുണ്ടോ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ജോലി ഇതാണ്. നമ്മളിത് അളക്കാൻ വന്നതാണ്, ഈ പാറ അളക്കാൻ പോവുകയാണ്. ഒന്നും അറിയില്ല, എന്നാലും GPS എടുത്ത് കൈ പിടിച്ച് വെറുതെ നമ്മൾ ഷോ കാണിച്ചിട്ടുണ്ട്. നമ്മൾ വിളിച്ചവരറിയണ്ടേ നമുക്ക് എന്തെങ്കിലും പണി അറിയാമെന്ന്. ടേപ്പൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നടന്നു. അതിനുശേഷം നമ്മൾ വർക്ക് തുടങ്ങി. ഈ കാണുന്ന പാറകളെല്ലാം അളക്കാൻ പോവുക നമ്മളിന്ന്. കുറച്ച് കഷ്ടപ്പാടായിരുന്നു. കാടും മലയും കുന്നും ഒക്കെ കയറി ഇറങ്ങണമായിരുന്നു. പിന്നെ ഒരു ജിയോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ ജീവിതം തന്നെ ഇതാണല്ലോ, കാടും മലയും കുന്നും ഒക്കെ കയറി ഇറങ്ങി നമ്മൾ കഷ്ടപ്പെടണം. ആസ് എ ജിയോളജിസ്റ്റ് നമ്മളത് ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. കുറച്ചധികം കഷ്ടപ്പെട്ടാലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. നമുക്കത് വളരെ ഇഷ്ടപ്പെട്ടൊരു ജോലി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇൻട്രസ്റ്റോടുകൂടി ചെയ്തു. നമ്മുടെ ടീം കണ്ടോ, ഫുള്ളുണ്ടായിരുന്നു. എല്ലാവരും കൃത്യമായ രീതിയിൽ ജോലി ചെയ്തു. കുറച്ച് ജിയോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനറൽസ് ഉണ്ട്. അത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. അതിനെപ്പറ്റി നമ്മൾ കുറച്ച് നേരം വിശദമായിട്ട് പഠിച്ചു. അതിനുശേഷം വീണ്ടും നമ്മുടെ ജോലി തുടങ്ങി. ടീം മാറി മാറി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതേ കണ്ടോ, കഷ്ടപ്പെട്ട് വലിഞ്ഞ് കുത്തി അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നുഴഞ്ഞു കയറി പോവുകയാണ്. എന്നാലും ജോബ് വാസ് ഗുഡ്. കുറച്ച് നല്ല വിഷ്വൽ ബ്യൂട്ടീസും മെമ്മറീസും ഒക്കെ തന്നുകൊണ്ട് ഈ സ്ഥലത്തിലുള്ള വർക്ക് നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് ഫൈനൽ സ്റ്റേജിലോട്ട് നിൽക്കുകയാണ്. അവസാനത്തെ പാറകൾ വളർന്നു. അതിനുശേഷം സ്ഥലത്തിനോട് വിട പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. 2.5 ഏക്കറുള്ള വലിയൊരു പ്ലോട്ടായിരുന്നു. 3, 4, 5 മണിക്കൂറോളം സമയമെടുത്ത് കഷ്ടപ്പെട്ട് അളന്ന് തീർത്തതായിരുന്നു അത് മുഴുവനായിട്ട്. ഏരിയയോട് ബൈ പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി. സ്വാഭാവികമായിട്ടും ഫുഡ് കഴിക്കാൻ കയറി. കുറച്ച് കപ്പയും ബീഫും ട്രൈ ചെയ്ത് നോക്കി, കൊള്ളായിരുന്നു. അതിനുശേഷം ഒരു ബിരിയാണി പറഞ്ഞു. ബിരിയാണി വന്നു, ബിരിയാണി കഴിച്ചു നോക്കി. നല്ലൊരു ബിരിയാണി തന്നെയായിരുന്നു. അതും കഴിഞ്ഞ് നമ്മൾ പുറത്ത്. ഈ ലൊക്കേഷൻ വരുന്നത് വട്ടപ്പാറ SUT ജംഗ്ഷനിലുള്ള ന്യൂ റെസ്റ്റോറൻ്റ് ആണ്. അവിടെ നിന്ന് പുറത്തിറങ്ങി ഒരു സോഡ ലൈമും കുടിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തിനോട് ബൈ പറഞ്ഞു.